നമസ്കാരം. ഒരു ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. വളരെ സ്മൂത്ത് ലൈഫായിരുന്നു അവരുടെ. വളരെ യാദൃശ്ചികമായിട്ട് വൈഫ് ഭർത്താവിൻ്റെ മൊബൈലിൽ വന്ന ഒരു മെസ്സേജ്, ഏതോ ഒരു സ്ത്രീ അവരുടെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അയച്ചൊരു മെസ്സേജാണ്. അവരയച്ച മെസ്സേജ് ഇത്രയേ ഉള്ളൂ: സാറ് ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ഈ പേപ്പറുകളൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നൊട്ടും പ്രതീക്ഷയല്ല, ഒരിക്കലും ഞാൻ തീരാത്ത കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ്. എന്നാൽ അതിന് മുമ്പായിട്ടൊക്കെ കുറേ മെസ്സേജസ് ഇവർ അയച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ വലിയ മോശം മെസ്സേജസ് ഒന്നും അല്ല. ഈ സ്ത്രീക്ക് പക്ഷേ ഈ മെസ്സേജ് വന്ന് കണ്ടപ്പം ഭർത്താവിന് മേലൊരു ചെറിയ സംശയം. ഇവർ തമ്മിൽ മെസ്സേജ് അയച്ച സ്ത്രീയും ഇയാളും തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കത്തില്ല എന്നൊരു സംശയം. അങ്ങനെ ഭർത്താവിനോട് ചോദിച്ചു, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. എന്തിനാ ഇങ്ങനെ അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവരുടെ എന്തോ ഒരു ഗവൺമെൻറ് പേപ്പർ ഞാനാണ് ശരിയായി കൊടുക്കുന്നത്, അതിനവർ അയച്ചതേ ഉള്ളല്ലോ, വേറെ കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് എപ്പോഴെപ്പോഴും ഈ സ്ത്രീക്ക് ഇങ്ങനെ ഭർത്താവിന് വരുന്ന ഓരോ മെസ്സേജസ് കാണുമ്പോഴും സംശയമായി. ഒരു ഭർത്താവിൻ്റെ മെസ്സേജ് വരുന്ന ഉടനെ ഭർത്താവിലേക്ക് ഓടിപ്പോയി നോക്കും. അങ്ങനെ ഇവരിലേക്കൊരു ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു വെപ്രാളം ഇങ്ങനെ കയറി പിടിക്കുകയും ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊരു തോന്നൽ. സംശയമാണ്, തെളിവുകളൊന്നുമില്ല. കാരണം ഒരു തരത്തിലുള്ള മോശപ്പെട്ട മെസ്സേജ് ഒന്നും ഇവർ കണ്ടിട്ടില്ലേ ഭർത്താവിൻ്റെ മൊബൈലിൽ. അങ്ങനെ ഒരിക്കലും ഇത് പറഞ്ഞ് ഇവർ ഭയങ്കര വഴക്കായി. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും പോകും, എനിക്കും അറിയാം ആണുങ്ങളെ വലയിലാക്കാനോ അല്ല ആണുങ്ങളോട് പോകാൻ എനിക്കെന്ത് അറിയത്തില്ലേ എന്ന് വെച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിന്നെയൊക്കെ ആര് പ്രേമിക്കാനാ എന്നൊരിത്. അപ്പോൾ ഇവർക്ക് വാശിയായി. 2 പിള്ളേരുണ്ട്, നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര വാശി. എന്നാൽ എന്തുകൊണ്ട് എനിക്കും പ്രേമിച്ചുകൂടാ എന്നൊരു വാശി. അങ്ങനെ ആ വാശിപ്പുറത്ത് ഇവരുടെ ഓഫീസിൽ വളരെ റെയറായിട്ട് വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റെന്തോ ഒരു സ്ഥാപനത്തിനിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുമായി വളരെ പെട്ടെന്ന് അങ്ങ് സ്നേഹബന്ധത്തിലായി. കാരണം ഇവർ പറയുന്നത് ഇവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അയാളോട് സ്നേഹത്തിലാകുമായിരുന്നു. അയാൾക്കൊരു ഫാമിലിയൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു ബന്ധം ഇവരാദ്യം കരുതിയിരുന്നത് ഇയാളെ കുറേ അയക്കുന്ന കുറേ മെസ്സേജസ് ഭർത്താവിനെ കാണിക്കാം, കണ്ടോ എനിക്കും ഉണ്ട് ആൾക്കാർ അയക്കാൻ എന്നുള്ള രീതിയിലാണ് കരുതി. പക്ഷേ ആ ഒരു ബന്ധം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് അങ്ങ് താറുമാറായിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. അവർ പറയുന്നു, അവർ തന്നെ അറിയാത്ത രീതിയിലേക്ക്, അവർ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഈ ബന്ധം പോയി. മാനസികമായും വളരെ ബുദ്ധിമുട്ട്. ഇവർക്ക് ഏറ്റവും വലിയ വിശ്വാസം ഇയാൾ ഇവരുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണ്ണമൊക്കെ അടിച്ചോണ്ടങ്ങ് പോയി. ഒരു സുപ്രഭാതത്തിൽ ഇവർ പോയി. ഞാൻ ഈ ഒരു വിഷയം അറിയുന്നത് വെച്ചാൽ വളരെ റെയറായിട്ട് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞൊരു സംഭവമാണ്. ഈ സ്ത്രീക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് മെൻ്റലി ഡൗണായി, ഓഫീസിൽ നിന്ന് ഭയങ്കര ബഹളമൊക്കെ ആയി. ഓഫീസുകാർ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഡോക്ടേഴ്സ് ഇവരെ ഒരു മാനസിക ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് അവിടെ ഒരു 2-3 ദിവസം മയക്കി കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് ഈ സംഭവം പോലും അറിയുന്നത്, എന്താണ് കാര്യം. അപ്പോഴും ഭർത്താവിന് അറിയത്തില്ല. അപ്പോൾ ഭർത്താവ് വിചാരിച്ചു ജോലിയുടെ ടെൻഷനായിരിക്കും, പ്രഷറായിരിക്കും, അവർക്ക് ഇച്ചിരി ഷോർട്ട് ടേം ബേർഡാണ് അവർ. പക്ഷേ ഡോക്ടർ വിശദമായ കൺസൾട്ടിങ്ങും അല്ലെങ്കിൽ കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത ശേഷം ഡോക്ടറിന് മനസ്സിലായി ഈ ഭർത്താവിനെ പറ്റിച്ചു എന്നൊരു ചിന്തയായിപ്പോയി ഈ സ്ത്രീക്ക്. കാരണം ഈ കാമുകൻ എന്ന് പറഞ്ഞ വ്യക്തി വന്നെങ്കിലും അയാൾ ഈ കിട്ടിയ സമയം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ ഇവരെ ആ രീതിയിലെല്ലാം ഇവരെ ഉപയോഗിച്ചു. പിന്നെ ഒപ്പം ഇവരുടെ കയ്യിലെ കുറേ പൈസയും സ്വർണ്ണം അടിച്ചുകൊണ്ടും പോയി. ഇവർ പിന്നീട് ഈ ഭർത്താവിൻ്റെ മെസ്സേജ് അയക്കുന്ന സ്ത്രീയുടെ കാര്യം തിരക്കിയപ്പോൾ അതിൽ യാതൊരുമായ സംഭവമില്ലായിരുന്നു. അയാൾ ആ ഒരു സ്ത്രീയെ പേപ്പർ എന്തോ ശരിയാക്കാൻ വേണ്ടി, ഗവൺമെൻറ് പേപ്പർ ശരിയാക്കാൻ വേണ്ടി സഹായിച്ചെന്നേ ഉള്ളൂ. ഭർത്താവിനോട് വന്ന ഒരു ദേഷ്യം, അന്നേരം തോന്നിയ ഒരു മണ്ടത്തരം. പക്ഷേ ഇത് ഭർത്താവിനോട് തുറന്നു പറയാനും വയ്യ. ഇവർ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുകിടന്ന് ആകപ്പാടെ പ്രശ്നമായി ഇവർ മെൻ്റലി ഡൗൺ ആയി പോയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെടുക്കുന്ന ചില തെറ്റായ തീരുമാനം, നമ്മളെടുക്കുന്ന ചില തെറ്റായ കാൽക്കുലേഷൻസ് ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഇതുപോലെ നമ്മളെ താറുമാറാക്കും. നമ്മുടെ അടുത്ത് സ്നേഹം നടിച്ച് വരുന്നതോ അല്ലെ നമ്മൾ കാണുന്ന എല്ലാ ആൾക്കാരും എപ്പോഴും നല്ല അർത്ഥത്തിൽ നമ്മളോട് ചേർന്ന് പോകണമെന്നില്ല. നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് കുടുംബജീവിതമുള്ള ആൾക്കാർ. നമുക്ക് വേണമെങ്കിൽ വേറൊരു പാർട്ട്ണറെ നമുക്ക് സെലക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എക്സിസ്റ്റിംഗ് പാർട്ട്ണറോട് ബൈ പറയുക. ഒരു നിയമപരമായിട്ട് ഇതിനെ വേർപെടുത്തിയിട്ട് ശേഷം വേണ്ട നിങ്ങൾ പോയിക്കോ, ഞാൻ ഇയാളോട് പോകുന്നു. താങ്ക് യു.